ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഫാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് മൈൻഡിനെ പറ്റിയിട്ട് പറയാനാണ് കേട്ടോ. മൈൻഡിനെ പറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിനെ, അതായത് നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കണമെങ്കിൽ അതിന് ആരോടെ വിചാരിക്കണം? നമ്മുടെ മൈൻഡോടെ വിചാരിക്കണം. അതായത് നമ്മൾ എത്ര പുറത്തുനിന്ന് ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ്, അതായത് നമ്മുടെ ആ മൈൻഡ് നമ്മളോട് സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്, അതായത് ഏതെങ്കിലും ഒരു വണ്ടി ഓടണമെങ്കിൽ അതിന് ഏതാണോ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസലാണെങ്കിൽ ഡീസൽ, അപ്പം എന്തെങ്കിലും ഒരു ഫ്യൂവൽ നിറച്ചാൽ മാത്രമേ ആ കാറ് പോകത്തുള്ളൂ അല്ലേ? അതുപോലെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ചെയ്യുന്ന ഒരു ഫ്യൂവൽ പോലെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ഫ്യൂവലാണോ അതിനകത്ത് നിറയ്ക്കുന്നത് അതിനനുസരിച്ചാണ് അത് മുന്നോട്ട്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ മൈൻഡിലൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആ ഒരു വേയിൽ പോകും. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്, നമ്മുടെ നല്ല ഹോർമോൺസ്, നമ്മുടെ ഓക്സിറ്റോസിനും അങ്ങനെയുള്ള നല്ല ഹാപ്പി ഹോർമോൺസൊക്കെ നന്നായി വന്ന് നമ്മൾ ആ ഒരു നല്ല പോസിറ്റീവായിട്ട് പോകും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഫ്യൂവലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മൂഡ്, നമ്മുടെ ബ്രെയിന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു പങ്കുണ്ട് നമ്മുടെ മൈൻഡിന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും നമ്മൾ നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. എല്ലാ മനുഷ്യർക്കും എപ്പോഴെങ്കിലും ഒരു സാഡ്നെസ്, എന്തെങ്കിലും ഒരു വിഷമം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതിപ്പം ചുമ്മാ നമ്മൾ ഇരിക്കുമ്പോൾ വരണം എന്നില്ല. ഒന്നെങ്കിൽ അത് എന്തെങ്കിലും നമ്മുടെ ഒരു പ്രശ്നം കൊണ്ട്, നമ്മൾ സ്വയമായിട്ട് വരുത്തി വെച്ച എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ആ ഒരു നെഗറ്റീവ്സ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മളിൽ നിന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടായ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ആ നെഗറ്റീവ്, അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് കുറവുണ്ടായതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ടാണ്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് അതിനകത്ത് നോക്കാം. രണ്ടാമത്തെ നോക്കുമ്പോൾ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നായിരിക്കും. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരിക്കലും നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ചിന്താഗതികളും അവരുടെ വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും ചിലപ്പം നമുക്കിഷ്ടമല്ലാത്ത രീതി, ഇപ്പം നമ്മുടെ എന്തെങ്കിലും ബോഡി ഷേമിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് നോക്കുന്നവരാണെങ്കിലും ഇപ്പം ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കേണ്ട, അതായത് അവർക്ക് അവരുടെ കാര്യം വിട്ടുകൊടുക്കാമെന്നുള്ളൊരു ചിന്താഗതി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമല്ലോ. അപ്പം അവരെ ഒന്നും നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു പരിധി വരെ അത് നമ്മുടെ ഫീലിങ്സിനെ, നമുക്ക് സാഡ്നെസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിധി വരെ നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അത് അത്രക്കാരൊരാൾക്കാരാണെന്നുള്ളത് നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ ചിലവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത്, നമ്മുടെ ഒരു കുഞ്ഞിനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോട്ടെ മോനെ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ പോട്ടെ മോളെ കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനോട് സംസാരിക്കണം. ഇപ്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി ഷേമിങ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതികളെ ആണെങ്കിലും പറയുമ്പം അത് നമുക്ക് 100% അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാകുമ്പോഴാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. അപ്പം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാം, അവരെന്തോ പറഞ്ഞോട്ടെ, എനിക്ക് എന്നെ നന്നായി അറിയാം അല്ലേ? അപ്പം നമ്മൾ അത് ബോധേഡാവേണ്ട കാര്യമില്ല. അത് ആ വഴിക്ക് വിട്ടുകൊള്ളുക. അത് എടുത്ത് മനസ്സിൽ നിറച്ച് നമ്മൾ വെറുതെ ടെൻഷനായി, അതുകൊണ്ട് നമ്മുടെ ആ ഒരു മൂഡും കാര്യങ്ങളെല്ലാം പോലെ. അതേസമയം ആ കാര്യം നമ്മളടുത്ത് പറയുമ്പം ആ ഒരു ടൈപ്പാണ്, അതങ്ങനെ ആ രീതിയിൽ അങ്ങ് എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ അവർ നമ്മളെ ശ്രദ്ധിക്കും. കാരണം പലവട്ടം പറഞ്ഞിട്ടും അവർക്കൊരു ഒരു സാഡ്നെസ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊരു വ്യത്യാസം വരുന്നില്ല, അവർ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നതെന്നറിയുമ്പം തന്നെത്താനെ അവരത് നിർത്തിക്കൊള്ളും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി വിടുക. അതിനെ കെയർ ആക്കേണ്ട കാര്യമേ ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അതിനെ രണ്ട് രീതി കാണുന്ന ആൾക്കാരുണ്ടാവും. പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ് കാര്യം. ഒരിക്കലും നമ്മുടെ ഹാപ്പിനെസ് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഇടവരുത്തരുത്. അതിനകത്ത് കൈയെടുത്താൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ചില ടൈമിലെങ്കിലും
അവിടെ ഒരു എന്താ പറയുക ഒരു അടി വഴക്ക് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പല ടൈമിൽ നമുക്ക് മനസ്സിലുണ്ടാകും. ഇപ്പം സപ്പോസ് പറയാം, നമ്മൾ പുതുതായിട്ടൊരു തീരുമാനം എടുക്കാമെന്ന് വെച്ചാൽ, പുതുതായിട്ടൊരു തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാൻ മടി കാണിച്ചൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. സപ്പോസ് പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മൾ എന്താ പറയുക ചർച്ചിലാണെങ്കിലും അല്ലെങ്കിൽ അമ്പലത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അത് സംബന്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമല്ലോ. അപ്പം ഇപ്പോൾ ചർച്ചിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ചിൽ പോകുന്നില്ല. അപ്പം ശനിയാഴ്ച രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ പറയുക, ഓക്കെ നാളെ മുതൽ എല്ലാ ഞായറാഴ്ചയും കറക്റ്റായിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ ട്രൈ ചെയ്യും അല്ലെങ്കിൽ പോകും എന്നുള്ള പറയുമ്പോൾ ഉള്ളിനകത്ത് കിടന്ന് പറയും, നാളെ അവധിയല്ലേ, നിനക്ക് വേണമെങ്കിൽ ഒരു ദിവസം കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നടക്കും. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ രണ്ട് തരം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനെയും രണ്ട് രീതിയിൽ, ഓക്കെ അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ചിലർ പറയും ഇല്ല 7 ദിവസം കറക്റ്റായിട്ട് നമുക്കുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു ദിവസം നമുക്ക് ഒരു നമ്മുടെ ദൈവികമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് പള്ളിയിൽ പോവാം, അല്ലെങ്കിൽ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് അതിനെ എതിരായിട്ട് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും തമ്മിലുള്ള ഒരു വഴക്കാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കാം എന്നുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുകയെന്ന് വെച്ചോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി പറയും ക്ഷീണമല്ലേ, അടുത്ത ദിവസം മുതൽ എഴുന്നേറ്റാലോ. അപ്പം നമ്മുടെ മൈൻഡ് പറയും കുറച്ചും ഇന്ന് എണ്ണീറ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റുമല്ലോ. അപ്പം അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കും. അവർ തമ്മിലൊരു സംസാരം ഉണ്ടാകും. അതിൽ നമ്മൾ ഒരു എന്താ പറയുക സ്റ്റേണായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. അത് നമ്മളെ പല കാര്യത്തിലും പോസിറ്റീവായിട്ട് നമ്മളെ നയിക്കും. നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ സെൽഫായിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ വരുംവരായികളും അതുകൊണ്ട് നമുക്കധികം പ്രശ്നങ്ങൾ വരത്തില്ല എന്നും നമുക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുക. അതായത് നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മുടെ മൈൻഡ് വിശ്വസിക്കുക ചെയ്യണേ. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ തന്നെ അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ സ്ട്രോങ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ പിന്നെ ഭയങ്കരമായിട്ടും ബൂസ്റ്റ് ആവുക. അത് നല്ല ഹോർമോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരിക. അപ്പോൾ തന്നെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് വന്നു തുടങ്ങും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് പറയരുത്. കാരണം നമ്മളൊരു 3 വട്ടം അത് പറയുമ്പോൾ ശരിക്കും അത് അങ്ങനെ ആയി മാറും. അതേസമയം നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്തും നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ നമുക്ക് നമ്മളോട് തന്നെ പറയും. ഇപ്പം ഞാൻ നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കുന്നില്ല, ഞാൻ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ ഒരു ഡെസ്പേർട്ടിരിക്കേണ്ട ആളല്ല. അങ്ങനെ നമ്മളെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കമൻസ് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു സെൽഫായിട്ട് ഒന്ന് സെൽഫായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സെൽഫായിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ശരിക്കും നമ്മുടെ ചുറ്റും നോക്കി അറിയാം നമുക്കില്ലാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, അവർക്കുള്ള പല കാര്യങ്ങളും നമുക്കുണ്ടാവില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്കില്ലാത്ത എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾനെസ് ആയിട്ടിരിക്കണം. നമുക്കുള്ളതിനെ ആലോചിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുക എനിക്ക് എന്നാ ഉള്ളത്, നമുക്ക് കാണാൻ നല്ല കണ്ണുകൾ തന്നു അല്ലേ, നമുക്ക് നല്ല കൈകാലുകൾ തന്നു, ഇതൊക്കെ നമുക്ക് ദൈവം തന്ന നമുക്ക് ദൈവം തന്ന നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ഇല്ലേ. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ളൊരു പീപ്പിൾസിൻ്റെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവിടെ എപ്പോഴും അവർ കംഫോർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്യാം. അതേസമയം നമ്മൾ വീടിന് പുറത്തിറങ്ങുക, അപ്പോൾ പഠിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാനും പറ്റില്ല. പക്ഷെ അവർ നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ തളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ നല്ല നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുമായിരുന്നു വെച്ചു. അപ്പോൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു അയ്യോ എന്ത് പറ്റി, ക്ഷീണമാണോ, അല്ലെങ്കിൽ മെലിഞ്ഞു പോയല്ലോ, എന്താ പറ്റി, പനി വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ മരുന്ന് വേണോ,
എന്താ ക്ഷീണം, എന്നിട്ട് അവരവരുടെ കുറേ പ്രാരാബ്ദങ്ങളും അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവും ഒന്ന് ഭയങ്കര ക്ഷീണവും, ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അസുഖമോ, ഇവിടെ വേദന അവിടെ വേദന എന്ന് പറയും. അപ്പം ശരിക്കും നമ്മളവിടെ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നതായിരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ഇരിക്കുകയായിരിക്കും. അപ്പം നമ്മളെപ്പറ്റി അവരതങ്ങ് നമ്മളോട് പറഞ്ഞപ്പോൾ അവിടെ നമ്മുടെ മൈൻഡ് അവിടെ നിന്ന് പതറി ഇടയ്ക്ക്. കാരണം ഇപ്പം നമുക്ക് ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പനിയോ തലവേദനയോ ഒക്കെ വരും. എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നടന്നു എന്നല്ല, നമ്മുടെ ബ്രെയിനിലോട്ട് നെഗറ്റീവ് തോട്ട്സ് വരുക. അപ്പം നമ്മളെ അത് ഏറെക്കുറെ ബാധിക്കും. അപ്പം അങ്ങനെയുള്ളത് അങ്ങനെ നെവർ മൈൻഡായിട്ട് എടുക്കാമെന്നതിൻ്റെ അപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ. അപ്പം അത് നമ്മളെ മനസ്സിലാക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തോട്ടിനെ നെഗറ്റീവിലോട്ട് പോവാതെ കൺട്രോൾ ചെയ്ത് നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം, ഓക്കെ അവരങ്ങനെയാണ്, അവർ നെഗറ്റീവ് ആക്കാൻ വന്നതായിരിക്കണം, ഞാൻ പോസിറ്റീവാണ്, ഞാൻ പവർഫുള്ളാണ് എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തോട് തന്നെ ഒന്ന് പറയാൻ ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മാറാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും പല ടൈം തോന്നിയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ, പെൺകുട്ടികൾ കരയുമ്പോൾ ആൾക്കാരൊന്നും പറയാറില്ല അല്ലേ, എന്ന് വെച്ചാൽ പോട്ടെ എന്നുള്ളത്. അതേസമയം ഇപ്പോൾ ആൺകുഞ്ഞുങ്ങൾ, അത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ആൺകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞവൻ അയ്യേ നാണക്കേട്, ആൺകുട്ടികൾ കരയാൻ പാടില്ല അങ്ങനെ പറയാം. എന്തിനാ അങ്ങനെ പറയണേ? ഞാൻ പലപ്പോഴും അതിനെ എതിർക്കാറേ ഉള്ളൂ. കാരണം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരേ ഫീലിങ്സ് അല്ലേ. ഇപ്പം ആൺകുട്ടികൾ എന്താ ഫീലിങ്സ് വന്നാൽ കരയരുന്നുണ്ടോ? അവരുടെ മനസ്സെന്താ പറയുക, കല്ല് വെച്ചാണോ ഉണ്ടാക്കി വെച്ചത്? ഒരിക്കലും അല്ല. അപ്പോൾ ഒരിക്കലും കുഞ്ഞിലെ മുതലേ ഇപ്പം നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ അങ്ങനെ പ്രായമുള്ള അവരൊക്കെ ആയിരിക്കും മിക്കവാറും പറയുന്നത് ആൺകുട്ടികൾ കരയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ഫീലിങ്സ് വന്നാൽ, അതായത് കരയാൻ തോന്നി നമ്മൾ കരയുക, അതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ രീതിയിലും അവരുടെ ഫീലിങ്സിനെ നമ്മൾ സപ്രസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും ആ ചിന്താഗതികളോടൊന്നും എനിക്ക് ഇതില്ല. ഇതൊക്കെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. സങ്കടം വന്നാൽ നമ്മൾ കരയുക, അതുവഴി നമ്മുടെ ഇമോഷൻസ് പുറത്തു പോവുകയും നമുക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവരെക്കുറിച്ചുള്ള ആ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന സപ്പോസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് കുരുത്തക്കേട് കാണിച്ചെന്ന് വെച്ചോ, അപ്പം നമ്മൾ അവനെപ്പറ്റി മറ്റുള്ളവർ ചിലപ്പോൾ നമ്മൾ വേറൊരു രീതിയിലായിരിക്കില്ല പറയണേ, പക്ഷേ ആ കുട്ടിയുടെ മുന്നിൽ തന്നെ വെച്ച് നമ്മൾ മറ്റുള്ളവർ ഭയങ്കര കുരുത്തക്കേടാ അല്ലെങ്കിൽ ഇവൻ പഠിക്കില്ല, പഠിക്കാൻ ഭയങ്കര മടിയാ, ചിലപ്പോൾ അത്ര മടിയുള്ള കൂട്ടത്തിലായിരിക്കില്ല, പക്ഷെ അവൻ്റെ ബ്രെയിനിലോട്ട് അത് കയറുക. കാരണം എനിക്ക് പഠിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, ഞാൻ ബ്യൂട്ടിഫുൾ അല്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ അത്ര കൊള്ളില്ല, എനിക്ക് കളർ കുറവാണ് എന്നൊക്കെ അവൻ്റെ ആ മൈൻഡിലോട്ട് കയറുക. പതിയെ അവൻ അതായിത്തീരും. നമ്മൾ ആ പലരുടെ മുന്നിൽ വെച്ച് പറയുന്നത് ആ കുഞ്ഞായി പോവുകയും ചെയ്യും. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്താണോ എപ്പോഴും കാണുന്നത്, നമ്മൾ ഏത് ആൾക്കാരുടെ കൂടെയാണോ നമ്മൾ സഹകരിക്കുന്നത്, അതായത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ എപ്പോഴും കാണുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയായി പോകുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ മൈൻഡിനെ അതിനെ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കുറേ വേർഡ്സുകൾ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ലക്കിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ശരിക്കും ഇപ്പം നമ്മളൊരു പേപ്പറിലൊക്കെ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പം അതിനകത്ത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കും എന്നുള്ളതിന് ഉള്ള ഒരു പ്രൂഫും കൂടെയാണ് അത്. ഈ മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ. ഒരു ഇൻസിഡൻ്റാണ്. അതായത് ഇപ്പം നമ്മൾ കറണ്ടൊക്കെ പോകുന്നത് എന്താ, പണ്ടൊന്നും ഇങ്ങനെ ഇൻവെർട്ടറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കറണ്ട് മഴയായി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയും അയ്യോ ഭയങ്കര ചൂടാണ്, ചൂടെടുക്കുക എന്നുള്ള. അപ്പം എൻ്റെ പപ്പയുണ്ടല്ലോ, അപ്പം എൻ്റെ പപ്പ പറയും, എടി നീ ഇപ്പോൾ ചൂടാണെന്ന് വിചാരിക്കാതെ നീ നിൻ്റെ ഹൃദയത്തിൽ നല്ല തണുപ്പാ, ഒരു ചൂടുമില്ല, നല്ല തണുപ്പാണെന്ന് ചിന്തിച്ച് വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറയാം ഇങ്ങനെ ചൂടെടുത്തിരിക്കുമ്പോൾ തണുപ്പാന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പപ്പ
എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പപ്പയുടെ മൈൻഡിനെ കൂളാക്കാൻ ട്രൈ ചെയ്യുക. അതിലും കൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ആ ഒരു ചൂടിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് എല്ലാ മൈൻഡ് സെറ്റിനായിരിക്കും എന്ത് കാര്യം നെഗറ്റീവ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, ഒരു കാര്യത്തെ രണ്ട് തരം ആൾക്കാർ, ഒരു വിഷയത്തെ തന്നെ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടാവും. അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ കാര്യം. അപ്പം മൈൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് പറയാൻ ഇഷ്ടമാണ് മൈൻഡിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് തെറ്റുകളൊക്കെ കാണും. ഞാൻ മൈൻഡിനെ പറ്റി പറയാൻ അത്രമാത്രം വലിയ ആളൊന്നുമല്ല, എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.